ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് സുജിത് വർഗീസ്. ഞാനൊരു IIT JEE NEET കെമിസ്ട്രി ട്യൂട്ടറാണ്. എൻ്റെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും അധികം സ്റ്റുഡൻസ് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുള്ളത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. പല കുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കാൻ വലിയ പാടാണെന്നൊക്കെ. അങ്ങനത്തുള്ളൊരു സ്റ്റുഡൻ്റ് ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റഡി പാറ്റേണിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നതിൻ്റെ ഓരോരോ കാര്യങ്ങൾ നോക്കാം. ഇത്ര കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ പഠനം വളരെ സിസ്റ്റമാറ്റിക്കും വളരെ രസകരവുമായിരിക്കും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പഠിക്കണം. സ്റ്റഡി എവറി ഡേ. ദിസ് ഹെൽപ്സ് ഇൻ ലേണിംഗ് തിങ്സ് ഇൻ സ്മാൾ യൂണിറ്റ്സ്. അപ്പം എല്ലാ ദിവസവും പഠിപ്പിക്കണം. എന്നെ പഠിപ്പിച്ച ഓർഗാനിക്കിൻ്റെ മിസ്സ് എന്നോട് പറയുമായിരുന്നു, ഞങ്ങളോടൊക്കെ പറയുമായിരുന്നു, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ പരീക്ഷയുടെ തലേന്ന് പഠിക്കാൻ നിൽക്കരുത്. നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ അന്ന് തലേന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ഒരു സാധാരണ കുട്ടികളിൽ കണ്ടുവരുന്നൊരു ടെൻഡൻസി ഉണ്ട്, പരീക്ഷയുടെ തലേന്നിരുന്ന് പഠിക്കുന്ന ഒരു രീതി. അത് ഒരിക്കലും ഓർഗാനിക് കെമിസ്ട്രിയിൽ വർക്കൗട്ട് ആകില്ല. അത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും കുറേച്ചെങ്കിലും പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഫൈനൽ എക്സാമിന് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. കാരണം ഇതിന് കൂടുതൽ ക്വസ്റ്റ്യൻസും ലോജിക്കാണ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്തിട്ട് പോയിട്ട് പരീക്ഷ എഴുതാമെന്ന് വെച്ചാൽ അത് വിജയിക്കത്തില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങളെ കൊച്ചു കാര്യങ്ങൾ എല്ലാ ദിവസവും പഠിച്ച് ഒരു പരീക്ഷയുടെ തലേന്ന് ജസ്റ്റ് റിവിഷൻ മാത്രമേ ആക്കാവൂ. പരീക്ഷയുടെ തലേന്ന് ഇത് മൊത്തം ഇരുന്ന് പഠിക്കാനായിട്ടിരുന്ന ഓർഗാനിക് കെമിസ്ട്രി ഒരു ബാലികേല മറയായിട്ട് തന്നെ തുടരും. ഓക്കെ, അപ്പം അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുമ്പോൾ എഴുതണം. ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ എന്ത് തന്നെ ആയാലും അത് എഴുതിക്കുക. എഴുതുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ കൈ കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കൈയും നമ്മുടെ ബ്രെയിനുമായിട്ടൊക്കെ ഉള്ള ഒരു കോണ്ടാക്റ്റ് വരികയും നമുക്ക് കൂടുതലായിട്ട് നമുക്കത് ഓർത്തിരിക്കാനുള്ള ഒരു കഴിവും ലഭിക്കും. ഓർഗാനിക് കെമിസ്ട്രിയുടെ കീ ടു സക്സസ്സിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റൈറ്റ് വെൻ യു സ്റ്റഡി. അടുത്തതാണ് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം ഒക്കെ എഴുതുമ്പോൾ എങ്ങനെ ഇത് പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻ മെക്കാനിസം എഴുതുമ്പോൾ നമ്മളിങ്ങനെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല, അത് മറന്നു പോകും. അപ്പം നമ്മൾ റിയാക്ഷൻ മെക്കാനിസം എഴുതുന്നതിൻ്റെ കൂടെ തന്നെ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. അപ്പം നമ്മൾ റിയാക്ഷൻ മെക്കാനിസം എഴുതുമ്പം ഓരോ ആറ്റങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് നമ്മൾ നോക്കിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഓരോ ബോണ്ട് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കണം. അപ്പം ഇതെല്ലാം നടക്കുമ്പോൾ അവിടുത്തെ ഒരു 3D ഇമാജിനേഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് SN1 SN2 പോലെയുള്ള റിയാക്ഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 3D ഇമാജിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റീരിയോ കെമിക്കലായിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് IIT JEE NEET പോയിന്റ് വ്യൂവിൽ നമുക്ക് ഒരു സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്റ്റ് അത്ര ഇല്ല എങ്കിൽ പോലും നമുക്കൊരു 3D പിക്ചറും കൂടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റീരിയോ കെമിസ്ട്രിയുടെ ചാപ്റ്ററിൽ നമുക്ക് നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇൻ്റർ കൺവേർഷൻ, സോഹോൾസ് ടു ന്യൂമാൻ പ്രൊജക്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു 3D ഇമാജിനേഷൻ ഓഫ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ. ഓക്കെ, സോ അടുത്ത പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന അസൈൻമെൻറ്റുകൾ എല്ലാം ചെയ്യുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലാണെങ്കിൽ NCERT ബുക്കുള്ള ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളേതെങ്കിലും കോച്ചിങ് സെൻറ്ററിലെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കോച്ചിങ് സെൻറ്റേഴ്സ് തരുന്ന സകല അസൈൻമെൻറ്റ്സും ചെയ്യുക. അപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു ഒരു ബിരിയാണി കഴിക്കുന്ന ഒരു ഫീൽ ആയിരിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമുക്കുള്ളത്. അപ്പോൾ ആ പ്രോബ്ലംസ് മൊത്തം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് വരുന്നത്. അല്ലാതെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയുടെ തിയറി എല്ലാം പഠിച്ചു വന്നപ്പോൾ പരീക്ഷ എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്കൊരു ദുരന്തമായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചെയ്ത് നോക്കിയിട്ട് വേണ്ടുവോളം പ്രാക്ടീസ് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻ കേസ് അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും ഓർഗാനിക് കെമിസ്ട്രിയുടെ അഡ്വാൻറ്റേജ് ഇവിടെയാണ്, നമുക്ക് നമ്മുടെ ലോജിക് ഉപയോഗിച്ച് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. എല്ലാ ദിവസവും പഠിക്കുക. കാരണം ഇന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ബാക്കിയാണ് നാളെ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ അന്നൊന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അന്നൊന്ന് പഠിപ്പിക്കുന്ന കൊച്ചു കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കുക. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അതിൻ്റെ ബെനിഫിറ്റ് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു വലിയ കൺസെപ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും.
അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പ്രത്യേകം പഠിക്കുമ്പോൾ എല്ലാം എഴുതി തന്നെ പഠിക്കുക. പിന്നെ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ ആറ്റംസ് തമ്മിലുള്ള കണക്ഷൻ ശ്രദ്ധിക്കണം, ആറ്റങ്ങളുടെ ബ്രേക്കിംഗ് ഓഫ് ബോണ്ട് ശ്രദ്ധിക്കണം, ഫോർമേഷൻ ഓഫ് ബോണ്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു 3D പിക്ചർ കൂടി ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആയിട്ട് വരും. പിന്നെയെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന എല്ലാ അസൈൻമെൻറ്റും പ്രോബ്ലംസും ഒക്കെ തന്നെ സോൾവ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൺസേൺഡ് ഫാക്കൽറ്റിയോട് ചോദിച്ച് മനസ്സിലാക്കി അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് തന്നെ തരും.